കേരള കോൺഗ്രസ് എം LDF-ൽ ഉറച്ചു നിൽക്കുമെന്ന് ആവർത്തിച്ച ജോസ് കെ മാണി. ഇന്ന് കോട്ടയത്ത് നടന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷമാണ് ജോസ് കെ മാണിയുടെ പ്രതികരണം. UDF പുറത്താക്കിയപ്പോൾ അത് ചേർത്ത് പിടിച്ചത് LDF ആണെന്ന് ജോസ് കെ മാണി പറഞ്ഞു. ആ നിലപാടിൽ മാറ്റമില്ല. LDF മധ്യമേഖലാ ജാഥ താൻ തന്നെ നയിക്കുമെന്നും ജോസ് കെ മാണി കൂട്ടിച്ചേർത്തു. സനോജ് സുരേന്ദ്രൻ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സനോജ്, എന്തായാലും രണ്ടില പിളർക്കും, അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ ജോസ് കെ മാണി അത് UDF-ലേക്ക് പോകുമെന്നൊക്കെ ചിലർ മനക്കോട്ട കെട്ടിയിരിക്കുന്നുണ്ട്. അവർക്കൊക്കെ കനത്ത തിരിച്ചടിയാണ് ഇന്നിപ്പോൾ ജോസ് കെ മാണിയുടെ വാക്കുകളിൽ നിന്ന് ഉണ്ടാകുന്നത്. തന്നെ ചവിട്ടി പുറത്താക്കി, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിനെ ചവിട്ടി പുറത്താക്കിയ UDF-ലേക്ക് ഇല്ല. അന്ന് ചേർത്ത് പിടിച്ചത് പിണറായി വിജയനാണ്. എന്തായാലും ഇടതുപക്ഷത്തോടൊപ്പം തന്നെ ചേർന്ന് മുന്നോട്ട് പോകും എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ജോസ് കെ മാണി. രണ്ടില് രണ്ടാകുമെന്ന് സ്വപ്നം കണ്ടവരോട് പിരിഞ്ഞു പോകണമെന്നാണ് ജോസ് കെ മാണി തൻ്റെ വാർത്താ സമ്മേളനത്തിലൂടെ വ്യക്തമാക്കിയത്. പാർട്ടിയുടെ സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേർന്ന ശേഷം നിലപാട് പറയുമ്പോഴാണ് അസന്നിഗ്ധമായി അദ്ദേഹം ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത്. പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലും മുന്നണി മാറ്റ ചർച്ചകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു ചർച്ചകളില്ല എന്നും LDF-ൽ തുടരുവാൻ തന്നെയാണ് പാർട്ടിയുടെ തീരുമാനമെന്നും അത്തരത്തിലുള്ള ചർച്ചകൾ മാത്രം മതിയെന്നുമാണ് ജോസ് കെ മാണി വ്യക്തമാക്കിയത്. അതിനുശേഷം പിന്നീട് നടന്ന വാർത്താ സമ്മേളനത്തിൽ പാർട്ടിയുടെ നിലപാട് അദ്ദേഹം എണ്ണി പറഞ്ഞു. കാരണം UDF തങ്ങളെ ചവിട്ടി പുറത്താക്കുകയാണ് ഉണ്ടായത്. ആ ചവിട്ടി പുറത്താക്കിയപ്പോൾ തങ്ങളെ ചേർത്ത് പിടിച്ചത് ഇടതുപക്ഷവും പിണറായി വിജയൻ സഖാവുമാണ്. അതുകൊണ്ട് ആ മുന്നണിയിൽ തുടരും. തങ്ങൾ വീണ്ടും 5.5 വർഷം മുമ്പ് മുന്നണിയിൽ നിന്നും മാറി LDF-ൽ വന്നു. ഇനിയും ആ മുന്നണിയിലേക്ക് തിരിച്ചു പോകണമെന്ന് പറയുമ്പോൾ എപ്പോഴും നിലപാട് മാറ്റുന്ന പ്രസ്ഥാനമല്ല കേരള കോൺഗ്രസ്. കേരള കോൺഗ്രസ് അതിൻ്റെ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞിരുന്നു, കേരള കോൺഗ്രസ് എവിടെയുണ്ടോ അവിടെ അധികാരമുണ്ട്, ഭരണമുണ്ടാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇന്ന് വീണ്ടും മാധ്യമപ്രവർത്തകർ അത്തരത്തിൽ ചോദിച്ചപ്പോൾ കേരള കോൺഗ്രസ് എവിടെയുണ്ടോ അവിടെ അധികാരമുണ്ടാവും, ഒപ്പം LDF തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ഈ തീരുമാനം അദ്ദേഹം പറയുമ്പോൾ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത ആളുകൾ മുഴുവൻ വാർത്താ സമ്മേളനം നടക്കുന്ന ആ ഹാളിലുണ്ടായിരുന്നു. അവരെല്ലാം കയ്യടിയോടുകൂടിയാണ് ആ പ്രഖ്യാപനത്തെ ഏറ്റെടുത്തത് എന്നതും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഒപ്പം തന്നെ ജോസ് കെ മാണി മേഖലാ ജാഥ ക്യാപ്റ്റൻ ആവുകയില്ല, അദ്ദേഹം ജാഥ ക്യാപ്റ്റൻ സ്ഥാനം ഡോക്ടർ N ജയരാജന് ഏൽപ്പിക്കുമെന്ന തരത്തിലായിരുന്നു വാർത്തകൾ ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടത്. എന്നാൽ താൻ മേഖലാ ജാഥയുടെ ക്യാപ്റ്റൻ ആകുമെന്നും അദ്ദേഹം അസന്നിഗ്ധമായി വ്യക്തമാക്കുകയുണ്ടായി. മറ്റ് 2 മേഖലാ ജാഥകളിൽ പാർട്ടിയുടെ 2 പ്രതിനിധികളെ അയക്കാനും ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇടതുമുന്നണിയുടെ അഭിവാജ്യ ഘടകമാണ് കേരള കോൺഗ്രസ് എം. അതുമായി മുന്നോട്ട് പോകും. ജയപരാജയങ്ങൾ ഉണ്ടായി എന്നതിൻ്റെ പേരിൽ മുന്നണി വിടുന്ന സമീപനം കേരള കോൺഗ്രസിന് ഇല്ല. ഇന്നത്തെ യോഗത്തിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ത്രിതല പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളായിരുന്നു. ഒപ്പം തന്നെ കേരള കോൺഗ്രസ് ഈ സർക്കാരിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഒരുപാട് ജനകീയ വിഷയങ്ങളിൽ ഇടപെടുവാനും സർക്കാരിനെ കൊണ്ട് ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളിക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങൾ യഥാർത്ഥ അർത്ഥത്തിൽ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു വസ്തുതയായി നിലനിൽക്കുന്നു. അത് സ്വയം വിമർശനമായി ഉൾക്കൊണ്ടുകൊണ്ട് അതിനുവേണ്ടിയുള്ള പ്രചരണങ്ങൾ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. പാർട്ടിയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ച സീറ്റുകൾ നൽകണമെന്നുള്ള ആവശ്യം LDF-ൽ ഉന്നയിക്കും. മറ്റ് സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെ പാർട്ടി ചെയർമാനെ യോഗം ചുമതലപ്പെടുത്തിയതായും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും മാധ്യമ വാർത്തകൾ തികച്ചും തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ച് പാർട്ടിയുടെ വിശ്വാസം തകർക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമം ഉണ്ടായതായും പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി വ്യക്തമാക്കിയിട്ടുണ്ട്. ഭദ്ര.